മിസ്റ്റർ മകേഷ്, ഇത് എന്തുവാ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? എത്ര പേരാ തനിക്കെതിരെ പരാതി എന്ന് അറിയാമോ? 240 പെണ്ണുങ്ങളാ നിനക്കെതിരെ പരാതി. ഞാൻ വായിച്ചു തരാം. സിന്ധു രമണി ഗിരിജ വേണു രാഘവ. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അതങ്ങ് സൂചിച്ചില്ലല്ലേ? ഇതിൽ പ്രധാന കേസ് കൊടുത്ത മഞ്ജുവിന്റെ ഭർത്താവാണ് രാഘവൻ. പുള്ളി അങ്ങ് ഗൾഫിലാണ്. അവിടെ നിന്ന് പരാതി ഫാക്സായിട്ട് അയച്ചിരിക്കുകയാണ് ഇവിടെ. പിന്നെ മഞ്ജുവിന്റെ പരാതി വേറെ ഒന്നുമല്ല. മാങ്ങാങ്കുടി എന്ന് പറയുന്ന അവളെ വീട്ടിന്റെ ഫ്രണ്ടിൽ പൈപ്പും ചൂട്ടി നിന്ന് താങ്കൾ കുളിക്കുന്നു. ഇതാണ് പരാതി. ഞാൻ ഒരു കാര്യം പറയട്ടെ മാഡം. അതായത് ഞാൻ ഈ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുവിന്റെ വീട്ടിന്റെ പിറകോശത്തെ കിണറിന്റെ മൂട്ടിൽ നിന്ന് ഈ മഞ്ജു കുളിക്കുന്നത്. ഞാൻ മാറി പോസ്റ്റിന്റെ മുട്ടി പമ്മി നിന്നല്ലാതെ ആരടുത്ത് ഞാൻ ഒരു പരാതിയും പറഞ്ഞില്ല. എനിക്ക് അങ്ങനെ പരാതി പറയേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം പാതി ഞാൻ പാതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. തന്റെ പേര് പറ, കറക്റ്റുള്ള പേര് പറ. കൊച്ചുണ്ണി. കൊച്ചുണ്ണി എന്ന അമ്മ വിളിക്കും ബാബു രാജ്. ബാബുരാജ്. അച്ഛൻ വിളിക്കും SLC ബുക്കിൽ വേറെ പേര് മകേഷ് TP. എടോ, മൊത്തം 3 പേരില്ലേ? കറക്റ്റ് ആയിട്ടുള്ള പേര് പറ. ഞാൻ പറഞ്ഞ പേരെല്ലാം കറക്റ്റ് തന്നെ. നിങ്ങൾ എന്നെ എഴുതി തെറ്റിക്കായിരുന്നാ മതി. എന്താ തനിക്ക് ജോലി? എനിക്ക് ജോലി റബ്ബർ വെട്ട്. ഓ, ടാപ്പിങ്. റബ്ബർ വെട്ടെന്ന്. ഓ, ടാപ്പിങ്. റബ്ബർ വെട്ടെന്ന്. അത് തന്നെ ടാപ്പിങ് എന്ന്. വെട്ടുന്ന എനിക്ക് അറിഞ്ഞൂടാത്തതാണ് നിങ്ങൾക്ക്. എനിക്ക് റബ്ബർ വെട്ടാണ് ജോലി ഇന്ന്. നിങ്ങൾക്ക് എന്തോ ജോലി? അഡ്വക്കേറ്റ്. വക്കീല്. അത് തന്നെ അഡ്വക്കേറ്റ്. വക്കീല്. അത് തന്നെ അഡ്വക്കേറ്റ്. വക്കീല്. എടാ, എന്റെ പണി എനിക്കറിയാം. പിന്നെ താനത്തിന് എന്നെ പഠിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞപ്പോ നൊന്താ. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു അവസ്ഥ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരാളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പുള്ളി വരും. ആരാണ്? എന്റെ ഒരു മുതലാളി റബ്ബർ വെട്ടിൽ ഞാൻ വെട്ടുന്ന റബ്ബറിന്റെ മുതലാളി വിളിച്ചിട്ടുണ്ട്. ഹലോ, എടി പറയടി. ഓ, കേൾക്കാൻ വേണ്ടി നിന്ന് മുതലാളി തോ വരുന്നു. എടി പിന്നെ അടി നമ്മളാ മകേഷില്ലേ, മകേഷ്, അവന് ചെറിയ ഒരു കേസും വഴക്കൊക്കെ ഉണ്ട്. അവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നേ. ഇതിന്റെ നെല്ലും പതിരും പറക്കിയിട്ടേ ഞാൻ വരും. എന്തോന്ന് നെല്ലുകൊണ്ടോന്ന് മില്ലി കൊണ്ടുപോകണമെന്നാ? വെച്ചിട്ട് വേണം എനിക്ക് എന്റെ ചെറുകരെ രക്ഷപ്പെടുത്താനുള്ളത്. ഹലോ മാഡം, വേവിച്ചം വണ്ടിപ്പെരിയാർ അവന്റെ മുതലാളി. താനാണോ ഈയുടെ മുതലാളി? ഇവിടെ തന്നെ കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുകയായിരുന്നു. താൻ എന്ത് നോയ്സൻസ് ആയി കാണിച്ചു വെച്ചിരിക്കുന്നത്? കന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇവിടെ ജോലി ചെയ്യുന്നത് പോലെ താൻ കളിക്കവിളയുന്ന ഒരാളെ റബ്ബർ വെട്ടാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ചെയ്യുന്നതോ റബ്ബർ വെട്ടുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങളുള്ള വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് അവിടെ നിന്ന് പൈപ്പിൽ കുളി. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തേടാ ഇത്? നേരത്തെ ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. നിങ്ങളെ കണ്ടപ്പോഴാണ് ഇളവിയത്. ഈയുടെ കുളിയെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താ? എനിക്ക് അവന്റെ കുളിയെ കുറിച്ച് പറയാനൊന്നുമില്ല. ഞാൻ കുളിക്കും. ഞായറാഴ്ച ഒരു ദിവസം നല്ല പച്ച സോപ്പ് തേച്ച് നല്ല രീതിയിൽ കുളിക്കും ഞാൻ. അതാണോ ഞാൻ ചോദിച്ചത്? പിന്നെന്തോന്ന്? താങ്കളുടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നിസ്സാര കേസല്ല. IPC 338, 339, 340. This is a rural case. Public nuisance. The public nuisance agriculture. The flying of I the stadium. I was the 40 in the Sinda day. നിങ്ങൾ ഇത് എന്തോ പരിപാടി കാണിച്ചത്? നിങ്ങൾ എന്തോ ഈ ഇംഗ്ലീഷ് എല്ലാം കൂടെ മൊലാളിയുടെ നെഞ്ചിക്ക് എന്ന് പറഞ്ഞു കൊടുത്തത്? ഞാൻ ഒരു ദിവസം റബ്ബർ വെട്ടിക്കൊണ്ടപ്പോൾ മൊലാളിന്നപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് തല കറങ്ങി വീണിട്ട് 7 എന്നാണ് എനിക്കറിയാം. ഈ മനുഷ്യന്റെ മുമ്പിൽ എന്തിനാ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്? മൊലാളി എഴുതേക്ക് മൊലാളി. അടുത്ത ആഴ്ച ഒരു ഉളപ്പാസിന്റെ ഓപ്പറേഷൻ ഉള്ളത്. ഉളപ്പാസാ? മറ്റേ നെഞ്ചിൽ കൊച്ചു സ്പീക്കറൊക്കെ വെച്ചിട്ട് ബൈപ്പാസ്. അത് തന്നെ. മദ്യപിച്ചിട്ടോ? നല്ല മണമുണ്ടല്ലോ. ചെറുതായിട്ട്. ഇതൊരു സർക്കാർ സ്ഥലമല്ലേ? നിയമപാലകരും പോലീസും ഉള്ള സ്ഥലമാണ്. ഇവിടെ മദ്യപിച്ചോണ്ട് വരരുത്. ഒരിക്കലും ചെറുപ്പക്കാർ മദ്യപിക്കാൻ പാടില്ല. ആ മദ്യപിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു ലോട്ടറി എടുക്കൂ. അതിന്റെ ലാഭങ്ങൾ നമുക്ക് കിട്ടും. അതാണ്. അല്ല, അത് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇതിട്ട് അടിക്കോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നമ്മൾ ഇരിക്കണം. അതേസമയം അത് കൊടുത്തൊരു പൈൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല. അടിക്കോന്ന് ഉറപ്പല്ലേ? ഞാനല്ലേ എടുക്കുന്ന. ഞാൻ ഇത് നമുക്ക് അങ്ങനെ ഉണ്ട്. ഈ റബ്ബർ വെട്ടല്ലാതെ എനിക്ക് വേറെ വല്ല ജോലി കിട്ടോ? റബ്ബർ വെട്ടല്ലാതെ വേറെ ജോലി അങ്ങനെ വേറെ ജോലിയൊന്നുമില്ല. ഇലക്ട്രിക് വർക്ക് ചെറുതായിട്ട് ചെയ്യുമായിരുന്നു. അത് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അത് പറയാം. അങ്ങനെയാണെങ്കിൽ കാര്യമുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ പറയുകയാണെങ്കിൽ കോടതിക്കകത്ത് ചമ്മാൻ പറ്റൂല. ഇല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ നിങ്ങൾ തത്ത പറയുന്നത് പോലെ പറയണം. ഇതൊക്കെ നേരത്തെ പറയണ്ട. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പറയണ്ടേ? എവര് തത്ത പറയുന്ന പോലെ പറയാൻ പറ്റൂലെന്ന്. എന്റെ മോൻ തത്ത പറയുന്ന പോലെ പറയും, പൂച്ച പറയുന്ന പോലെയും പറയും. ഞാൻ കൊണ്ടുവരുന്ന നല്ല മിമിക്രിയാണോ? ഇതാരെന്ന് പറഞ്ഞേ? മുതലാളിന്ന് ഞാൻ പറഞ്ഞു വെച്ചതാണ്. അത്ര വലിയ മുതലാളി അല്ല. പുള്ളിക്ക് വിദ്യാഭ്യാസം കുറവാണല്ലേ? ഒട്ടും ഇല്ലല്ലേ? എടോ, വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയുമ്പോ താനെന്തിനാ എന്ന് കാണിക്കുന്നേ? ഇത് എന്തെങ്കിലും ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇല്ലെന്നെങ്കിലും പറയാം. ഒന്നുമില്ലെന്ന്. എടോ, അതെ, ഞാൻ സ്കൂട്ടറിൽ മുതലാളിയായിട്ട് വരുന്ന വഴിക്ക് ഈ സ്കൂളിന്റെ വഴിയാണ് വരുന്നത്. ആ സ്കൂൾ കണ്ടോണ്ട് പുള്ളി പറഞ്ഞത് എന്താണെന്നറിയോ?
ഇത്രയും കൊച്ചുങ്ങളുള്ള ഈ വീട് ഏത് ഏതെന്ന് അച്ഛനും അമ്മയും ഒന്ന് കാണണമെന്ന്. അങ്ങനെയുള്ള മനുഷ്യന്റെ അടുത്തൊക്കെ നമ്മൾ എങ്ങനെ പറയുന്നത് വിദ്യാഭ്യാസം? എടോ കേസ് റൂട്ട് ഞാൻ കറക്റ്റ് സാധനം പറഞ്ഞുതരാം. പറഞ്ഞോളൂ. സംഭവം ഈ കേസ് ഇപ്പൊ ഇവിടെ ഞാൻ ഇവിടെ ഫയൽ ചെയ്യും. ഇത് ഇവിടുന്ന് ജഡ്ജി നോക്കിയിട്ട് നേരെ ഇത് ജില്ലാ കോടതി പോകും. അവിടുത്തെ ജഡ്ജി ഇത് റെഫർ ചെയ്തിട്ട് അവിടുന്ന് നേരെ സുപ്രീം കോടതി പോകും. സുപ്രീം കോടതിയിൽ 7 അക്കം വക്കീലന്മാർ ഈ ചർച്ച ചെയ്യും, ഇതേക്കുറിച്ച് പഠിക്കും. പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ വീണ്ടും വായിച്ചു, ഇവിടെ നമ്മളൊരു 15 അക്കം വക്കീലന്മാരെ നിർത്തിയിട്ട് ഒരു പ്രത്യേക ബെഞ്ചിലിരുന്ന് നമ്മൾ ഇന്നും കൂടി പഠിക്കും. എന്റെ ദൈവം പ്രാർത്ഥന കേട്ടു. നമുക്ക് ഇതൊക്കെയുള്ള ആഗ്രഹം. നമ്മളൊരു 5 രൂപ സോപ്പിട്ട് പതപ്പിച്ച് കുളിച്ചപ്പം കുറെ ആൾക്കാർക്ക് ജോലിയായല്ലോ. എനിക്ക് അത് മാത്രം, വേറെ നമ്മളെ വർത്തമാനത്തിലോ അല്ല, അതിലല്ല കാര്യം. നമ്മളെ മനസ്സുകൊണ്ട് അതേ ഉള്ളൂ പ്രാർത്ഥന. 10 പേര് ജീവിച്ച അത്രയായില്ലേ? അപ്പൊ ഈ സന്തോഷത്തിന് ഈ സബ്ജക്റ്റുകൾ ഒന്നും പറയണ്ട. കേസ് വിലപ്പെട്ട് പോകും. താൻ 2 വർഷം കൂടി അകത്ത് അടിക്കേണ്ടി വരും. കല്യാണം കഴിച്ചിട്ടുണ്ടോ? നോക്കുന്നുണ്ട്. പെണ്ണ് നോക്കുന്നുണ്ടോ? അല്ല, അന്തിച്ചന്തയ്ക്ക് വരുന്ന പെണ്ണുങ്ങളെ നോക്കുന്നുണ്ട്. ഒരെണ്ണത്തിനെങ്കിലും വളച്ചെടുക്കണം. അതല്ലെന്ന്, നമുക്കൊരു കല്യാണമൊക്കെ വേണം എന്നും പറഞ്ഞ് നമ്മൾ 24 മണിക്കൂർ ഏതെങ്കിലും വീട്ടിന്റെ ചുറ്റി പോയി പൈപ്പിൽ കുളിക്കാൻ പാടുണ്ടോ? അതല്ല നമ്മുടെ ഒരു ദിവസം താൻ എത്ര പ്രാവശ്യം കുളിക്കും? ഞാനൊരു 4-5 പ്രാവശ്യം. ചൂടല്ലേ ഇവിടെ, വിയർപ്പും കാര്യങ്ങളും. എടോ ഇത്രയും പ്രാവശ്യം കുളിച്ചു കഴിഞ്ഞാൽ താൻ കുതിർന്നു പോവോടോ? അതെ മേഡം, ഞാനൊരു കാര്യം പറയാം. ഒന്നുമല്ല, നമ്മൾ സുമേഷ് രഹസ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. വക്കീലിന്റെ അടുത്ത് കള്ളം പറയണ്ടല്ലോ. അതായത് നമ്മളാ ഭാഗത്ത് നല്ല ചൂടാണ്. ഈ മഹേഷ് ഇത് പറയുന്നത് എന്താ നിയമം? ഈ ഓസോൺ പാളിയിൽ വിള്ളൽ വീണിട്ടുണ്ട്, അതിൽ യവന് ചെറിയ പങ്കുണ്ട്. മലവിഞ്ഞൊന്ന് ഒരു മര്യാദ എന്ന് പറഞ്ഞ സാധനം വേണം. ഒരാൾ ഒരു കേസിൽ പെട്ടി കിടക്കുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ മുതലാളി വിളിച്ചത്. മുതലാളി വീണ്ടും ഓസോൺ പാളി പൊട്ടിച്ച കാര്യം കൂടെ പറഞ്ഞു കൊടുത്താൽ അതും കൂടെ ഇനി എന്റെ തലയിലാവൂല്ലേ? ഞാൻ ഈ ഓസോൺ പാളിയായിട്ട് എന്തെങ്കിലും സാധനം ഞാൻ പൊട്ടിച്ചിട്ടുണ്ടോ? ഞാൻ ആകെ പൊട്ടിച്ചിട്ടുള്ള 2 പായൽ പിടിച്ച ബക്കറ്റാണ്. അല്ലാതെ എന്തെങ്കിലും ഞാൻ പൊട്ടിച്ചിട്ടുണ്ടോ? അതെല്ലാം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം. നിങ്ങളെ വിളിക്കേണ്ടി വരും സത്യം പറഞ്ഞ. അതെ, മുതലാളിയും തൊഴിലാളി അറിയാം. ഞാൻ നിങ്ങളെ റെഫറൻ തോട്ടത്തിൽ പാലെടുക്കാൻ പറഞ്ഞ പൊടിച്ചല്ല, അഡ്വക്കേറ്റ് ആണ്. എന്റെ പൊന്നു മേള, ഈ കേസ് എങ്ങനെ ഞങ്ങൾ ഊരിത്തരാൻ പറ്റൂ? എത്ര പണമല്ല ഞാൻ തരാം. കണ്ടോ, ഒരു മുതലാളി പറഞ്ഞു കേട്ടോ, പൈസ ചെലവാക്കാൻ. അതാണ് മുതലാളിയുടെ സ്നേഹം. ഒരു കാര്യം ചെയ്യും, ഈ കേസ് ഒന്ന് വായിച്ചു പിടിക്കേ. അക്ഷരങ്ങൾ പറക്കി തിരണം, അതിനകത്ത് മുളക് പൊടി കിടക്കണം. അല്ലല്ല, ഞാനേ ഇത് നമ്മുടെ അവിടെ കളിയൊക്കെയുള്ള സ്കൂളിൽ പഠിപ്പിച്ച കായും തായും പായും മായും ഒന്നും അല്ല ഇവിടുത്തെ. ഇതെന്താ ഇങ്ങനെ? ഈ കാത കണ്ടോ, ഇതാണ് കേസിന്റെ കാ. ഇത് പൈപ്പിന്റെ പാ. ഇത് രജിസ്ട്രാറിന്റെ രാ. അപ്പൊ ഇത് മേഡത്തിന് അറിയാലോ, പിന്നെ എന്തിന് ഞാൻ വായിക്കുന്ന? എടോ ഇയാൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചോട്ട് സമയമില്ല. കണ്ണാടി എടുത്തില്ലായിരുന്നു കേട്ടാ. കണ്ണാടി എടുത്തിരുന്നെങ്കിൽ അങ്ങ് മറിച്ചാനാ. പത്രക്കാരനെ രാവിലെ പത്രം കൊണ്ടെറിഞ്ഞു കൊടുക്കുമ്പോ അത് തിരിച്ചറിഞ്ഞു കൊടുക്കും, കൊണ്ടുപോടാന്നും പറഞ്ഞു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.